എനിക്ക് രാത്രി പോയി കാണാമല്ലോ. രാത്രി വന്ന് കാണാമല്ലോ അമ്മ. രാത്രി കാണണ്ട, നാളെ വന്ന് കണ്ട. കൊച്ചിനെ അവർക്ക് എങ്ങനെയുണ്ട്? ബന്ധുക്കാരൊക്കെ എങ്ങനെയുണ്ട്? ബന്ധുക്കാരൊക്കെ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെ. കൊച്ചിനോട് പറഞ്ഞു ഇവിടെ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പുഴയും കാര്യങ്ങൾ രമ്യ വിളിക്കുന്നു. അമ്മാവനില്ലേ, നമ്മുടെ അമ്മാവൻ കടവിലുണ്ട്. അതേന്ന് അവർ പോയിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. വിളിക്കാം രമ്യ, പോയേച്ച് വിളിക്കാം. രമ്യക്കൊന്ന് ഈ പുഴയിൽ കുളിക്കാൻ വരണമെന്നുണ്ട്. ഇപ്പൊ ഒന്ന് പെട്ടെന്ന് അമ്മാവൻ പോകും. നീ പോടാ, നീ കൊച്ചിനെ വിളിക്കേ. കൊച്ചിനെ മോളെ വിളിക്കും. ഞാൻ ഇവിടെ വിളിക്കാൻ കാര്യം എന്തോ? അല്ല അവിടെ നാട്ടില് പുഴയില്ലല്ലോ. അവർക്ക് ഇങ്ങനെ പുഴയൊക്കെ കാണുമ്പോൾ ഒരു അതിശയവും കുളിക്കണമെന്നൊരു. ഗൾഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ പൊല്ലാത്തൊരു സിറ്റുവേഷനാ ഗൾഫില് കേട്ടോ. നീ എവിടെയാണോ ഗൾഫില്? എന്നോട്ട് പറഞ്ഞായിരുന്നു മരുന്ന് തരത്തില്ലായിരുന്നു. എന്തോ ചുമയാന്ന് പറഞ്ഞു. ചുമയെന്നാണോ പറഞ്ഞത്? ദമാം പറഞ്ഞപ്പോ രഘുവേ, നീ എന്നത്തേക്കായി തിരിച്ചു പോകുന്നത്? ഞാൻ ഇനിയിപ്പോ ഒരു 2 മാസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. എന്ന് തിരിച്ചു വരും? 2 കൊല്ലം കഴിയും. 2 കൊല്ലം? 2 കൊല്ലം കഴിയും. 2 കൊല്ലം കഴിയുമ്പോ 2 വയസ്സോടെ നിനക്ക് കൂടും. അതിനുമ്പോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിട്ട് പോവാവൂ. നമ്മളെ പാരമ്പര്യം നിലനിർത്തണം, നമ്മുടെ പാരമ്പര്യം. നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 72 വയസ്സ് നടക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ പാരമ്പര്യവും കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്നും നോക്കിയില്ല? ഇത് കല്യാണം കഴിഞ്ഞോ? ഒന്നുമില്ല. പുള്ളിക്ക് വേറെ വിഷയം, നിങ്ങൾക്ക് വേറെ വിഷയമൊന്നുമില്ല. ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ മാത്രമാണ്. സാബുനെ ഉപദേശിക്കാൻ പോയി, ഇതുപോലെ പകല് പോയി. അവനടുത്ത് എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ കാര്യം പെട്ടെന്നാക്കണം. എന്നിട്ട് പാതിരാത്രി അവന്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കിയേക്കുന്നു. ഒളിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ഒളിഞ്ഞു നോക്കാൻ പോയിട്ടില്ല ആരുടെ വീട്ടില്. പിന്നെ ഒളിഞ്ഞു നോക്കാൻ പോയിട്ടില്ല. അമ്മയുടെ കുളിമുറിയുടെ പുറകെ കൊണ്ട് മടലി ആരി വെച്ചേക്കുന്ന ആരാ? അതാ എയർ ഹോളിനകത്ത് പല്ലിമുട്ട വിരിഞ്ഞുണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറുന്നത്. ഇയാൾ വളർത്തുന്ന പല്ലിയല്ലേ എന്നിട്ട് മുട്ട വിരിഞ്ഞോ നോക്കാൻ? നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടായിരുന്നോ? നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചുകൂടായിരുന്നു? ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ വേണ്ടി പോയി. അങ്ങ് ചേർത്തലല്ല പെണ്ണ് കാണാൻ പോയത്. ചേർത്തല ചെന്ന് പെണ്ണ് കാണാൻ നേരത്തെ ഒറ്റ മോളേ ഉള്ളൂ. അപ്പൊ തന്റെ എന്നുള്ള എന്നോട് പറഞ്ഞു കല്യാണം കഴിച്ച് ചേർക്കാൻ അവരെ വീട്ടിൽ നിൽക്കണമെന്ന്. പക്ഷെ എന്റെ ഈ നാട്ടുകാരെയൊക്കെ വിട്ടുപോകാൻ എന്റെ മനസ്സൊരിക്കലും അനുവദിക്കത്തില്ല. നാട്ടുകാരൊന്നും അല്ല, ഈ കടവ് വിട്ടുപോകാൻ പറ്റൂല. അതാണ് മെയിൻ. ഒരു കാര്യം ചെയ്യും, ഇപ്പോഴൊന്നും പോകത്തില്ല, ഇവിടെ നിൽക്കും. എങ്ങനെയും ഒഴിവാക്കിയിട്ട് പെണ്ണിനെ കൊണ്ടുവരാൻ നോക്കും. കേട്ടോ ഞാനിപ്പോ 2 അലക്കാലക്കിട്ട് ഞാനങ്ങ് പോകും. നീ പോലെ നമ്മുടെ മഹേഷ് ഇപ്പൊ എവിടെയാ? മഹേഷ് വീട്ടിലുണ്ട്. നീ കണ്ടില്ലായിരുന്നോ? വീട്ടിലുണ്ടോ? ആ വീട്ടിലുണ്ട്. അവൻ എപ്പോഴും ഈ ഫാഷൻ ടി വി വെപ്പും അല്ലേ? ആണല്ലേ? പിന്നെ ആ ജംഗ്ഷനിൽ നിന്ന് കേൾക്കുമ്പോ കേൾക്കാം അവന്റെ വീട്ടിൽ ടി വി വെച്ചേക്കുന്നു. ഫാഷൻ ടി വി വെപ്പ് എപ്പോഴും ഫാഷൻ ടി വി വെപ്പാണ്. അവന്റെ വീട്ടിലാരും ഇല്ല. പിന്നെ വീട്ടിലാരുമില്ല, ഹോം തിയേറ്ററിലിട്ടല്ലേ? പിന്നെ ഫാഷൻ ടി വി വെപ്പാണ്. പക്ഷെ അവനെ ഈ ആണുങ്ങളുടെ ഫാഷൻ ഷോയാ കാണുന്നത്. കാരണം അവന് ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമല്ലേടാ. അപ്പൊ ആണുങ്ങളുടെ ഡ്രസ്സിന്റെ അതൊക്കെ പഠിക്കാനായിട്ട് ആണുങ്ങളുടെ സംഭവം കാണുന്നത്. മഹേഷേ, ഈ നമ്മുടെ ഈ സുലോചന ചേച്ചി ഇവിടെ ഇപ്പൊ എവിടെയാ? കൈകുട്ടി കളി. സുലോചന ചേച്ചിയുടെ മുറ്റത്ത് ആള് കണ്ടില്ലായിരുന്നു? നീ കണ്ടില്ലായിരുന്നു? അവിടെ ആള് കണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കയ്യോട്ടി കളിയുടെ ഭയങ്കര പ്രാക്ടീസ് അല്ലേ നടക്കുന്നത്? ഉത്സവത്തിൽ മറ്റന്നാൾ ഉത്സവത്തിൽ കളിക്കാൻ. പിന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ള പെൺപിള്ളേരാണ് വന്നേക്കുന്നത്. 2020 ക്രിക്കറ്റ് കളിയാണോ 6 ഒക്കെ അടിക്കുമ്പോ പെൺപിള്ളേർ ഇങ്ങനെ അങ്ങനത്തെ പെൺപിള്ളേർ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ അവരെ പ്രാക്ടീസ് അവിടെ ഭയങ്കര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. എനിക്ക് പോയി കാണണമെന്നുണ്ടേ. പക്ഷെ അവിടെ ഒരു മുട്ടക്കാട്ടം പട്ടിയുണ്ട്, കടിക്കൂടാ.